എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് SCERT 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ പാഠമാണ്. അതിൽ കുറച്ച് വിപ്ലവങ്ങളെ കുറിച്ചാണ്. അതിലാദ്യത്തെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് നമ്മളിന്നിവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിലെ പ്രധാനമായിട്ടുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വരുന്നത് കൊണ്ടാണ് ഇവിടെ ഒരു ഉദ്ബോധനം എന്ന കവിതയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഒരു ഉദ്ബോധനം എന്ന് പറയുന്ന കവിത കുമാരനാശാൻ എഴുതിയ കവിതയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കായിക്കരയിലുള്ള കുമാരനാശാൻ സ്മാരകത്തിൽ കാണുന്ന ചില വാക്യങ്ങളോട് കൂടിയാണ് ഈ പാഠം തുടങ്ങുന്നത്. അപ്പൊ അതിലെ ഒരു ഉദ്ബോധനം എന്ന കവിത ആരുടേതാണ് എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം വരാം. അപ്പൊ ഒരു ഉദ്ബോധനം എന്ന കവിത കുമാരനാശാന്റേതാണ്. ഇതെവിടെയാണ് ഈ ഉദ്ബോധനം എന്ന് പറയുന്ന ആ കവിത ഇതിൽ പരാമർശിക്കാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചില ഉദ്ധരണികളാണ്. അത് കുമാരനാശാൻ സ്മാരകം, കായിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കുമാരനാശാൻ സ്മാരകത്തിൽ നിന്നും ഉള്ളതാണ്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന ആളിന്റെ ഒരു പ്രധാന മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ള ആ ഒരു വാചകം അമേരിക്കൻ കോളനികളിൽ മുഴങ്ങിക്കേട്ട ഒരു പ്രധാന മുദ്രാവാക്യമാണ്. അത് രൂപം കൊടുത്തതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് ജെയിംസ് ഓട്ടിസിൻ്റെതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സ്ലോഗനാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അപ്പൊ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ജെയിംസ് ഓട്ടിസ്. അതുപോലെ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും സാധ്യമല്ല. ഇത് പറഞ്ഞത് ജോൺ ലോക്ക് എന്ന് പറയുന്ന ചിന്തകനാണ്. അപ്പൊ മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ടെന്നും അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും സാധ്യമല്ല എന്നും പറഞ്ഞത് ജോൺ ലോക്കാണ്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഇംഗ്ലണ്ടാണ് അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ 13 കോളനികൾ സ്ഥാപിച്ചു. അപ്പം ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യമാണ് അമേരിക്കയിലെ 13 കോളനികൾ സ്ഥാപിച്ചത്. ഈ 13 കോളനികൾ സ്ഥാപിച്ചുകൊണ്ട് ഇംഗ്ലണ്ട് അവിടെ കോളനി ഭരണത്തിന് തുടക്കമിട്ടു. ഈ കോളനി ഭരണത്തിൽ നിന്നും, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ഈ ഭരണത്തിൽ നിന്നും അമേരിക്കയെ മോചിപ്പിക്കുവാനുള്ള ഐതിഹാസികമായ സമരമാണ് അമേരിക്കൻ ജനത നടത്തിയത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്ന ഒരു കൂട്ടരുണ്ട്. ഈ തീർത്ഥാടക പിതാക്കൾ ആരാണ്? തീർത്ഥാടക പിതാക്കൾ എന്ന് പറയുന്നത് 17ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനങ്ങളെ ഭയന്ന് വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയ വിഭാഗത്തെയാണ് തീർത്ഥാടക പിതാക്കൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ തീർത്ഥാടക പിതാക്കൾ എന്ന് പറയുന്നത് 17ാം നൂറ്റാണ്ടിലെ ഇംഗ്ലണ്ടിൽ നിന്നും വന്നവരാണ്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനങ്ങളെ തുടർന്ന് അവിടുന്ന് ഓടിപ്പോന്നവരാണ്. അവരെയാണ് തീർത്ഥാടക പിതാക്കൾ എന്ന് വിളിക്കുന്നത്. അവര് വന്ന കപ്പലിന്റെ പേരാണ് മേഫ്ലവർ. അപ്പൊ മേഫ്ലവർ എന്ന കപ്പലിലാണ് ഇംഗ്ലണ്ടിൽ നിന്നും ഈ തീർത്ഥാടക പിതാക്കൾ എത്തിച്ചേർന്നത്. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനങ്ങളെ തുടർന്ന് വടക്കേ അമേരിക്കയിലേക്ക് വന്ന ആ വിഭാഗത്തെ വിളിക്കുന്നതാണ് തീർത്ഥാടക പിതാക്കൾ. ഇവർ വന്ന കപ്പലിന്റെ പേരാണ് മേഫ്ലവർ. അമേരിക്കയിലെ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ ഇംഗ്ലീഷ് കച്ചവടക്കാർ നടത്തിയ കച്ചവട നയങ്ങളെയാണ് പൊതുവെ മെർക്കന്റലിസം എന്ന് പറയുന്നത്. അപ്പൊ മെർക്കന്റലിസം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കച്ചവടക്കാർ
മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ നടപ്പിലാക്കിയ കച്ചവട തന്ത്രങ്ങളെയാണ് മെർക്കന്റലിസം എന്ന് പറയുന്നത്. പാർട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇംഗ്ലണ്ട് തേയിലയുടെ മേല് അധിക നികുതി ചുമത്തിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടന്ന ഒരു സമരമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അത് 1773 ഡിസംബർ 13 ബോസ്റ്റൺ ടീ പാർട്ടി എന്ന സമരം ആരംഭിക്കുന്നത്. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആരംഭമായിട്ട് ഈ ബോസ്റ്റൺ ടീ പാർട്ടിയെ കണക്കാക്കാം. അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് 1773 ഡിസംബർ 13. അതേപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രചോദനം കൊടുത്ത മറ്റൊരു ചിന്തകനാണ് തോമസ് പെയിൻ. തോമസ് പെയിൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു വൻ ശക്തിക്ക് എന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിനെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് വളരെ കാലം കീഴടങ്ങി കഴിയുക, ഒരു വൻകര വളരെ കാലം കീഴടങ്ങി കഴിയുക എന്നുള്ളത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിനാണ്. അതേപോലെ തോമസ് പെയിന്റെ ഒരു ലഘുലേഖയുടെ പേരാണ് കോമൺ സെൻസ്. കോമൺ സെൻസ് എന്ന് പറയുന്നത് തോമസ് പെയിന്റേതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് കോളനിവാസികൾ കൂടിച്ചേരുന്ന ഒരു കോൺഗ്രസ് ആണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. അപ്പൊ ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് 1774 ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ചേരുക. അപ്പൊ നേരത്തെ 13 കോളനികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞില്ലേ, അതിൽ 13 കോളനികളിലെ ജോർജിയ ഒഴിച്ച് മറ്റെല്ലാ കോളനികളുടെയും പ്രതിനിധികൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുത്തു. അത് 1774 ഫിലാഡൽഫിയയിൽ വെച്ചായിരുന്നു. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത് 1775 ഫിലാഡൽഫിയയിൽ വെച്ച് തന്നെയാണ് നടന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തെരഞ്ഞെടുത്തത് ജോർജ് വാഷിങ്ടണിനെയാണ്. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി ഇദ്ദേഹം മാറുകയുണ്ടായി. അപ്പൊ ജോർജ് വാഷിങ്ടൺ ആണ് കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ ചേർന്നപ്പോൾ 1775 ആണ് ജോർജ് വാഷിങ്ടണിനെ കോളനി സൈന്യത്തിന്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കുക. അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, വിശ്വവിഖ്യാതമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ദിവസം എന്ന് പറയുന്നത് 1776 ജൂലൈ 4. അപ്പൊ അമേരിക്കൻ കോളനികളിലെ ജനങ്ങൾ സംഘടിച്ചിട്ട് അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ദിവസം വളരെ പ്രഖ്യാപനം തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ ഇവരാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. അമേരിക്കയുടെ സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഒരു ഉടമ്പടിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് 1783 പാരീസ് ഉടമ്പടിയാണ്. അപ്പൊ 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത്. 1783 പാരീസ് ഉടമ്പടി. അതേപോലെ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലായിരുന്നു അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത്. ഇത് ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലെ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കുന്നത്. അമേരിക്കൻ ഭരണഘടനയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണഘടന ലോകത്തിന് നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണ്? റിപ്പബ്ലിക്കൻ ഭരണരീതി ലോകത്തിന് സംഭാവന നൽകിയത് അമേരിക്കൻ ഭരണഘടനയാണ്. അതുപോലെ ഫെഡറൽ രാഷ്ട്രം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം, അതിന് ലോകത്തിന് സംഭാവന നൽകിയത് അമേരിക്കൻ ഭരണഘടനയാണ്.
അപ്പൊ ഫെഡറൽ രാഷ്ട്രം എന്നുള്ള ആ ഒരു ഭരണരീതി അത് ലോകത്തിന് സംഭാവന നൽകിയത് അമേരിക്കൻ ഭരണഘടനയാണ്. അതുപോലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുന്നതും അമേരിക്കൻ ഭരണഘടനയാണ്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന, ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് സംഭാവന നൽകിയത്, റിപ്പബ്ലിക്കൻ ഭരണരീതി ലോകത്തിന് സംഭാവന നൽകിയത്, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അമേരിക്കൻ ഭരണഘടനയാണ് വളരെ ശ്രേഷ്ഠമായിട്ട് ഇത്തരം ആശയങ്ങൾ ലോകത്തിന് സംഭാവന നൽകിയത്. ഈ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇംഗ്ലണ്ട് ഈ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആ 13 കോളനികൾക്കും സ്വാതന്ത്ര്യം അനുവദിക്കുന്നത് 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. അങ്ങനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിരുന്ന ജോർജ് വാഷിംഗ്ടൺ തന്നെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി മാറുകയും ഉണ്ടായി. അപ്പൊ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാല് ജോർജ് വാഷിംഗ്ടൺ. ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയുവാനുള്ള പോയിന്റുകൾ.